പ്രൈം ഡിബേറ്റിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീജിത്ത് പണിക്കർ, അഡ്വക്കേറ്റ് ഹസ്കർ, അഡ്വക്കേറ്റ് ബലദേവ് എന്നിവരാണ് ചേരുന്നത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കോൺഗ്രസിന് ഇതിൽ ഒരു പങ്കാളിത്തവുമില്ല. UDFന് കരക്കിരുന്ന് കളി കാണാവുന്ന ഒരു സമയമാണ് ഇത്. നിങ്ങൾക്ക് നിയമസഭയിൽ ചില MLA മാർ ഓരോ ചോദ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്ന സമയത്ത് EP-യുടെ കാര്യം വെറുതെ ഒരു ടെസ്റ്റ് ഡോസ് പോലെ ഇട്ടുകൊടുക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക്. അതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഉൾപാർട്ടി പോര് മറനീക്കി പുറത്തു വരുന്ന ഒരവസ്ഥ വന്നിരിക്കുകയാണ്. EP നേർക്ക് നേർ നിന്ന് പൊരുതുവാൻ ഉറച്ചിരിക്കുന്നു എന്ന് ഇന്നത്തെ ന്യൂസ് 8 അഭിമുഖം ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതല്ലേ? ഒരു ചോദ്യത്തിന് പോലും അദ്ദേഹം ഉത്തരം നൽകാതിരുന്നിട്ടില്ല. അദ്ദേഹത്തിന് പറയാമായിരുന്നു, ഇത് പാർട്ടി നടത്തുന്ന ജാഥയാണ്, പാർട്ടിക്കാരനായ ഞാൻ, പാർട്ടി നേതാവായ ഞാൻ അതിൽ പങ്കെടുക്കും. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താണ്? എല്ലാവരും അതിൽ പങ്കെടുക്കേണ്ടതില്ലല്ലോ എന്ന്. ലക്ഷക്കണക്കിനായ ആളുകൾ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന സമയത്താണ് പാർട്ടിയിലെ സമുന്നത നേതാവും LDF കൺവീനറുമായ ഒരാൾ ഇങ്ങനെ പറയുന്നത്. അതിനേക്കാൾ ഉപരിയായി എനിക്കതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തോന്നുന്നത് ഈ തലസ്ഥാന ഗൂഢാലോചന തന്നെയാണ്. അദ്ദേഹത്തിന് അറിയാം തനിക്കെതിരെ ആരാണ് ഗൂഢാലോചന നടത്തുന്നത് എന്ന്. അത് പാർട്ടിയിലാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ടല്ലോ. ഇവിടെ നമുക്കറിയാം, ഈ വിഷയത്തിൽ മഞ്ജുഷെ ചർച്ചയ്ക്ക് തുടങ്ങുമ്പോൾ ഇതെന്തായാലും ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ ഭാഗമായി അഥവാ CPM-ൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ പ്രതിഫലനമാണ് പുറത്തു വരുന്നത്. ഒരു ഘട്ടത്തിൽ പോലും വാദിഭാഗത്ത് നിൽക്കുന്നവരോ പ്രതിഭാഗത്ത് നിൽക്കുന്നവരോ കോൺഗ്രസിനെയോ പ്രതിപക്ഷത്തെയോ കുറ്റപ്പെടുത്തുന്നില്ല. ഇവിടെ പ്രധാനമായിട്ടും എന്താണ് വിഷയം? ഇവിടെ പാർട്ടിയുടെ മുതിർന്ന നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം, അതുപോലെ തന്നെ CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ, അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 3-4 നേതാക്കന്മാരെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അതിലൊരാളാണ്. അങ്ങനെയുള്ള ഒരാൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ കൂടെ 5 സഹയാത്രികരുമുള്ള ഒരു യാത്ര, ആ യാത്രയിൽ ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം പങ്കാളിയാകുന്നില്ല. ഇത് പുതിയ സംഭവമല്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം പാർട്ടിയുമായി ഏറ്റുമുട്ടലിൻ്റെ പാതയിലാണ്. ഇത് തുടങ്ങിയത് എവിടെ നിന്നാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഇവിടെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ശ്രീ MV ഗോവിന്ദൻ വന്നപ്പോൾ മുതൽ, അതിനുശേഷം PB-യിലേക്ക് അദ്ദേഹത്തെ നിയമിക്കാതെ, ശ്രീ EP ജയരാജനെ നിയമിക്കാതെ ശ്രീ MV ഗോവിന്ദനെ തന്നെ PB-യിലേക്ക് കൊണ്ടുവന്നപ്പോൾ മുതൽ തുടങ്ങിയിട്ടുള്ള പ്രശ്നമാണ്. ഇവിടെ സമ്മർദ്ദതന്ത്രം ഉപയോഗിക്കുക എന്നത് EP ജയരാജനെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ സംഭവമല്ല. അദ്ദേഹം പലപ്പോഴും ഇത്തരത്തിൽ സമ്മർദ്ദതന്ത്രം ഉപയോഗിക്കാറുണ്ട്. അദ്ദേഹം CPM-ൻ്റെ ജില്ലാ ഘടകത്തിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ പോലും അദ്ദേഹം പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന വാർത്ത വരികയും, എന്നാൽ പിന്നീട് പാർട്ടി തന്നെ ഇടപെട്ട് അദ്ദേഹത്തെ കൊണ്ട് തന്നെ അത് തിരുത്തിക്കുകയും ചെയ്ത സംഭവമുണ്ട്. അതൊക്കെ റിപ്പോർട്ട് ചെയ്തത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഇപ്പോൾ എന്താ അവസ്ഥ? ഇപ്പോൾ അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംഘടനാ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു, അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു ഒക്കെ വാർത്ത വന്നിരുന്നു. എന്നാൽ ആ വാർത്തയെ സംബന്ധിച്ച് ഇന്നും അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. മറിച്ച് പാർട്ടി അത് തള്ളിപ്പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അവിടെ അദ്ദേഹവും പാർട്ടിയും തമ്മിലുള്ള തർക്കം ഓരോ ദിവസം കഴിയുന്തോറും കലുഷിതമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഏതായാലും ഈ യാത്ര കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം പങ്കെടുക്കില്ലയോ എന്നതിനെ സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുമ്പോഴും ഇവിടെ 2 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ്സ് കൂടി അംഗീകരിച്ചുകൊണ്ട് ഒരു സമവായത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ഈ യാത്രയിൽ പങ്കെടുപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായി അദ്ദേഹം പങ്കെടുക്കാതിരിക്കുകയും അത് കടന്ന കൈയാവും, അദ്ദേഹം LDF-ൻ്റെ കൺവീനർ തന്നെ ഇതിൽ പങ്കെടുക്കാതിരിക്കുകയും തുടർന്ന് അദ്ദേഹത്തിനെതിരെ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടിയും വരും. കാരണം ഇത്രയും അച്ചടക്കമില്ലാതെ സ്വാഭാവികമായും LDF-ൻ്റെ കൺവീനർ എന്ന നിലയിൽ ഈ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന ജാഥയിൽ എല്ലാവരും പങ്കെടുക്കേണ്ടതില്ലല്ലോ എന്ന് പാർട്ടി LDF-ൻ്റെ കൺവീനർ തന്നെ ചോദിക്കുമ്പോൾ, LDF-ൻ്റെ കൺവീനർ ജാഥയിൽ എവിടെയെങ്കിലും ഒരിടത്ത് പങ്കെടുക്കുന്നതിന് അദ്ദേഹത്തിന് എന്താണ് തടസ്സമെന്ന് തിരിച്ചു ചോദിക്കാം. ഇക്കാര്യത്തിന് മറുപടി നൽകേണ്ടത് MV ഗോവിന്ദനാണ്. ഇപ്പോൾ ഓരോ ദിവസവും ജാഥ ഓരോ പോയിന്റിൽ എത്തുമ്പോഴും ഓരോ ജില്ലയിൽ വെച്ചും MV ഗോവിന്ദൻ ദിവസേന വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. ദിവസേന അദ്ദേഹത്തിന് നേരെ ഉയരുന്ന ഒരു ചോദ്യമാണ്, EP ജയരാജൻ എന്നാണ് പാർട്ടി ജാഥയിൽ പങ്കെടുക്കാൻ പോകുന്നതെന്ന്. വരും, ഉടൻ തന്നെ വരും, 18 വരെ സമയമുണ്ടല്ലോ, കാത്തിരിക്കൂ, വരില്ലെന്ന് ആരാണ് പറഞ്ഞത്? ഇതൊക്കെ പറഞ്ഞ MV ഗോവിന്ദന് ഇനി ഇക്കാര്യം എത്ര നാൾ മൂടി വെക്കാൻ കഴിയും? ഇവിടെ ഒരു ഗൂഢാലോചന അത് പാർട്ടിയിൽ നിന്നല്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. പാർട്ടി വിരുദ്ധരാണ് നടത്തുന്നതെന്ന് പറയുന്നില്ല. പാർട്ടിക്ക് പുറത്തു നിന്നുള്ള ഒരാളാണെന്ന് പറയുന്നില്ല. പാർട്ടിക്കാരനാണോ എന്ന് ചോദിക്കുമ്പോൾ ആണോ അല്ലയോ എന്ന് നിങ്ങൾ പരിശോധിക്കൂ എന്ന് പറയുകയാണ് LDF കൺവീനർ. അപ്പോൾ ഇതിനുള്ള മറുപടി നൽകേണ്ടത് MV ഗോവിന്ദനാണ്. അദ്ദേഹം ഇനി വാർത്താ സമ്മേളനത്തിൽ മാറ്റി പറയേണ്ടി വരും. മഞ്ജുഷ, അതാണ് പ്രശ്നം. ഇവിടെ MV ഗോവിന്ദൻ ഓരോ ദിവസവും ഇത്തരത്തിൽ തടിത്തപ്പി മുമ്പോട്ട് പോകുമ്പോൾ അങ്ങനെ പോകാൻ ഞാൻ വിടില്ല എന്ന് നിങ്ങളിലൂടെ, ന്യൂസ് 18-ലൂടെ ശ്രീ EP ജയരാജൻ പറയുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് അടിസ്ഥാനപരമായ പ്രശ്നം? ശ്രീ EP ജയരാജനെ സംബന്ധിച്ച് ഇപ്പോഴല്ല തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം LDF കൺവീനറായിരിക്കെ LDF തന്നെ മുൻകൈയെടുത്ത് ഗവർണർക്കെതിരായി രാജ്ഭവനിലേക്ക് നടത്തിയ ലക്ഷങ്ങളെ പങ്കെടുപ്പിക്കുമെന്ന് അവകാശപ്പെടുകയും എന്നാൽ ആയിരങ്ങൾ പങ്കെടുക്കുകയും ചെയ്ത ഒരു മാർച്ച് ഉണ്ടായിരുന്നു.
അത് രാജ്ഭവൻ മാർച്ചാണ്. ആ രാജ്ഭവൻ മാർച്ചിൽ പോലും LDFന്റെ കൺവീനർ മാറി നിന്നു. അദ്ദേഹം അവധി അപേക്ഷ കൊടുത്തിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ അവധി അപേക്ഷയുടെ കാര്യത്തിലാണെങ്കിൽ ഈ ജാഥ തുടങ്ങിയതിന് ശേഷമാണല്ലോ, ജാഥ തുടങ്ങി തൊട്ടടുത്ത ദിവസമാണല്ലോ അദ്ദേഹം വിവാദ ദല്ലാൽ നന്ദകുമാറിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ അമ്മയെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് സഞ്ചരിക്കുന്നതിന്, യാത്ര ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല, അദ്ദേഹത്തിന് പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളില്ല, അദ്ദേഹം വിട്ടുനിൽക്കുന്നു. എന്തിൻ്റെ പേരിൽ? അതിനെ സംബന്ധിച്ച് മറുപടി പറയേണ്ടത് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം വരാം, വരാതിരിക്കാം, വരട്ടെ, വരുമോ. ആരോഗ്യകാര്യങ്ങൾ പറഞ്ഞു, ആ മറുപടിയിൽ ഇനി കഴമ്പില്ല. MV ഗോവിന്ദൻ അത് മാറ്റി പറയേണ്ടി വരും. പിന്നീട് അദ്ദേഹം ഇപ്പോൾ അത് പറയുന്നില്ല. വരും വരാതിരിക്കില്ല, ഈ ഒരു വാക്കുകളാണ്. നാളെ നീള ഇത് കാര്യങ്ങളാണ് ഇപ്പോൾ MV ഗോവിന്ദൻ പറയുന്നത്. ഇനി അദ്ദേഹം എന്ത് മറുപടി പറയുമെന്നാണ്. അഡ്വക്കേറ്റ് ബലദേവ്, നിങ്ങൾ ഇതുവരെ വെളിയിൽ പറഞ്ഞ പോലെയല്ല കാര്യങ്ങൾ. EP യുടെ വാക്കുകൾക്ക് ഇന്ന് പരുഷത കൂടുതലായിരുന്നു.